ഫിഫ ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32 പോരാട്ടത്തിലെ ആവേശകരമായ മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-1 തോൽപ്പിച്ചുകൊണ്ട് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്യാമറ കണ്ണുകൾ ഒരാളുടെ മുഖത്തു കൂടിയുണ്ടായിരുന്നു. ലൂക്ക മോഡ്രിച്ച്. പരാജയപ്പെട്ടവരുടെ നിരയിലാണ് അയാൾ. ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ ക്രൊയേഷ്യൻ നിരയിൽ ലൂക്ക മോഡ്രിച്ച് എന്ന വെള്ളാരം കണ്ണുകളുള്ള സ്വർണ്ണമുടിക്കാരൻ ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തീർച്ചയായും ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമൊന്നും ദഹിക്കാനാവില്ല എന്നുറപ്പാണ്. അയാളുടെ കണ്ണുകൾ ആ സമയത്ത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരശേഷം അയാളെ ആശ്വസിപ്പിക്കുമ്പോഴും ആ കണ്ണുകളിലെ ദുഃഖം നമുക്ക് കാണാമായിരുന്നു. ഇരുവരും മുമ്പ് റയലിൽ വീരേതിഹാസങ്ങൾ രചിച്ച കാലം നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തിയിരിക്കണം. അപ്പോൾ അറ്റ് 40 ലൂക്ക മോഡ്രിച്ച് വേവ്സ് ഗുഡ് ബൈ ടു ദ വേൾഡ് കപ്പ്. ലോക ഫുട്ബോളിന് ലൂക്ക മോഡ്രിച്ച് ആരായിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ ഒരു പിടിയുണ്ട്. അയാളുടെ നേട്ടങ്ങൾ സംസാരിക്കും അയാൾ ആരായിരുന്നുവെന്ന്. 2018 ഗോൾഡൻ ബോൾ പുരസ്കാര ജേതാവായിരുന്നു അയാൾ. മെസ്സിയും ക്രിസ്ത്യാനോയും അടക്കി ഭരിച്ചിരുന്ന ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോക ഫുട്ബോളർ പദവി ബലൻ ദി ഓർ പുരസ്കാരം 2018 തൻ്റെ പേരിലാക്കി ഫുട്ബോൾ പ്രേമികളുടെ മനം കവർന്ന ലൂക്ക. ഇനി ഫുട്ബോൾ മൈതാനത്ത് നേടിയ നേട്ടങ്ങൾ ഏതൊക്കെ എന്ന് നോക്കുമ്പോൾ 6 തവണ യുഎഫ ചാമ്പ്യൻസ് ലീഗ് അയാൾ നേടിയിട്ടുണ്ട്, 5 തവണ സ്പാനിഷ് കപ്പ് നേടിയിട്ടുണ്ട്, 5 തവണ യുഎഫ സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ട്, 4 തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്, 4 ലാലിഗ കിരീടമുണ്ട്, 3 ക്രൊയേഷ്യൻ ലീഗ് കിരീടമുണ്ട്, 2 കോപ്പ ഡെൽറേ കിരീടമുണ്ട്, 2 ക്രൊയേഷ്യൻ കപ്പുണ്ട്, ഒരു ക്രൊയേഷ്യൻ സൂപ്പർ കപ്പുണ്ട്, ഒരു ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പുണ്ട്. 2018 ഫിഫ വേൾഡ് കപ്പ് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അതിനൊപ്പം 2022 ഫിഫ വേൾഡ് കപ്പിലെ 3-ാം സ്ഥാനക്കാരായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 2018 ഗോൾഡൻ ബോൾ വിന്നറാണ്, 2018 ബലൻ ദി ഓർ പുരസ്കാര ജേതാവാണ്. ഫ്രം ദ സ്ട്രീറ്റ്സ് ഓഫ് Zadar to the biggest stages on earth, Modric gave everything. Legend, warrior, eternal. Thank you for the magic, Luka. Football will miss you. ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗോളിന് പിന്നിലായ ശേഷമാണ് പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ ആവേശം നിറഞ്ഞ പോരാട്ടമാണ് ആരാധകർക്ക് കാണാനായത്. രണ്ടാം പകുതിയുടെ 53-ാം മിനിറ്റിൽ ജോസിഫ് സിറ്റാനിഷിച്ചിന്റെ ക്രോസിൽ നിന്നും ഇവാൻ പെരിസിച്ച് നേടിയ ആ ഗോൾ ക്രൊയേഷ്യയെ മുന്നിലെത്തിക്കുന്നു. എന്നാൽ വിട്ടുകൊടുക്കാൻ പോർച്ചുഗൽ തയ്യാറായിരുന്നില്ല. ആക്രമണം ശക്തമാക്കിയ പോർച്ചുഗലിന് 68-ാം മിനിറ്റിൽ വാർ പരിശോധനയ്ക്ക് പിന്നാലെ ലഭിച്ച പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ വലയിലെത്തിച്ചപ്പോൾ മത്സരം 1-1 എന്ന നിലയിലാകുന്നു. ഇരു ടീമുകളും വിജയ ഗോളിനായി അവസാന നിമിഷങ്ങളിൽ ശക്തമായി പോരാടിയപ്പോൾ ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ റഫായൽ ലിയോവയുടെ കൃത്യമായ ക്രോസിൽ നിന്നാണ് ഗോൺസാലോ റാമോസ് ഹെഡറിലൂടെ പോർച്ചുഗലിന്റെ വിജയ ഗോൾ നേടിയത്. എങ്കിലും അവസാന നിമിഷം ക്രൊയേഷ്യ സമനില ഗോൾ നേടിയെന്ന തോന്നലുണ്ടായെങ്കിലും വാർ പരിശോധനയിൽ ഓഫ്സൈഡ് കണ്ടെത്തിയതോടെ ആ ഗോൾ അനുവദിക്കപ്പെടുന്നില്ല. ഈ വിജയത്തോടെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടുകയായിരുന്നു. അതോടെ ലൂക്ക മോഡ്രിച്ച് എന്ന ഫുട്ബോൾ മജീഷ്യന്റെ സംഭവബഹുലമായ കരിയറിനും അന്ത്യമാവുകയായിരുന്നു. സത്യത്തിൽ നമുക്കറിയാം, ഖത്തർ ലോകകപ്പോടെ മോഡ്രിച്ച് വിരമിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നതെങ്കിലും 4 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം വീണ്ടും ഈ ലോകകപ്പ് കളിക്കാനായി എത്തുകയായിരുന്നു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിന്റെ ആദ്യ സെമിയിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി വന്നതോടെയാണ് അതുവരെയും ആവേശത്തോടെ പോരാടിയിരുന്ന ലൂക്ക മോഡ്രിച്ചിന്റെയും സംഘത്തിന്റെയും ആത്മവിശ്വാസവും തകർന്നു തുടങ്ങി നമ്മൾ കണ്ടതാണ്. ആ പെനാൽറ്റി മെസ്സി ലക്ഷ്യം വെച്ചതോടെ ക്രൊയേഷ്യയുടെ തകർച്ച അവിടെ തുടങ്ങുകയായിരുന്നു. അന്നും കണ്ണീരോടെയായിരുന്നു മോഡ്രിച്ചിന്റെ മടക്കം. ഇപ്പോൾ ഇതാ മറ്റൊരു മടക്കം. ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ ക്രൊയേഷ്യൻ നിരയിൽ ലൂക്ക മോഡ്രിച്ച് എന്ന നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാരം കണ്ണുകളുള്ള ആ സ്വർണ്ണമുടിക്കാരൻ ഉണ്ടാവില്ല. ക്രൊയേഷ്യ എന്ന രാജ്യത്തെ ഫുട്ബോൾ ഭൂപടത്തിൽ എഴുതി ചേർത്ത ക്രൊയേഷ്യയുടെ ഫുട്ബോൾ മാന്ത്രികൻ തന്നെയാണ് ലൂക്ക മോഡ്രിച്ച് എന്ന താരം. ക്രൊയേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഫുട്ബോളിന് വലിയ പങ്കുണ്ട്. 1990-കളിൽ ക്രോട്ട് വംശജരുടെ സ്വന്തം ക്ലബ്ബായ ഡൈനാമോ സാഗ്രബും സെർബ് വംശജരുടെ ക്ലബ്ബായ റെഡ് സ്റ്റാർ ബൽഗ്രേഡും തമ്മിലുള്ള ഒരു മത്സരത്തിനിടെയാണ് യൂഗ്ലോസ്ലാവിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. മൈതാനത്ത് തുടങ്ങിയ ആ പോരാട്ടം പിന്നീട് തെരുവിലേക്കും പടരുകയായിരുന്നു. സാഗ്രബിന്റെ ആരാധക സംഘമായ ബാഡ് ബ്ലൂ ബോയ്സിൽപ്പെട്ടവരാണ് കൂട്ടത്തോടെ പിന്നീട് സൈന്യത്തിൽ ചേർന്നത്. ക്രൊയേഷ്യൻ ആർമിക്ക് കരുത്തായത്. യൂത്ത് ഡെവലപ്മെന്റിൽ ശ്രദ്ധ പതിപ്പിച്ച ക്ലബ്ബായിരുന്നു സാഗ്രബ്. ലൂക്ക മോഡ്രിച്ച് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ അതുപോലുള്ള ക്ലബ്ബുകളിലൂടെ വളർന്നു വന്നവരാണ്. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം 2018 എന്ന വർഷം പ്രധാനമാണ്. ആ വർഷമാണ് മോഡ്രിച്ചിന്റെ ചിറകിലേറിക്കൊണ്ട് അവർ പറന്നെത്തിയത് ലോകകപ്പിന്റെ സ്വപ്ന ഫൈനലിലേക്കായിരുന്നു. കലാശപ്പോരിൽ ഫ്രാൻസിന് മുന്നിൽ അവർക്ക് പക്ഷേ അടിതെറ്റുകയായിരുന്നു. എന്നാൽ ഒരൊറ്റ ക്രൊയേഷ്യക്കാരനും അന്ന്
തലകുനിച്ചിരുന്നില്ല. ഇന്നും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ പച്ച കെടാതെയുണ്ട് ക്രൊയേഷ്യൻ താരങ്ങളും അവരുടെ ആ കാലഘട്ടത്തിലെ പോരാട്ട വീര്യവുമെല്ലാം. കളം നിറഞ്ഞു കളിച്ചിട്ടും തോൽവി വഴങ്ങേണ്ടി വരുന്ന ഫുട്ബോളിൽ അത്രയൊന്നും അസാധാരണമല്ലാത്ത കാഴ്ചയ്ക്ക് ക്രൊയേഷ്യ ഇരകളാകുന്ന ദൃശ്യം ആരാധകരെ അന്ന് സങ്കടപ്പെടുത്തിയിരുന്നു. ചരിത്രത്തിലെ ആദ്യ ലോക കിരീടത്തിന് തൊട്ടരികെ ഇടറി വീണ ക്രൊയേഷ്യൻ ടീം കണ്ണീരണിയുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ എത്തിയത് അവരുടെ പ്രസിഡന്റായിരുന്നു. ക്രൊയേഷ്യയുടെ ചുവപ്പും വെള്ളയും ജേഴ്സി അണിഞ്ഞുകൊണ്ട് അന്നത്തെ ക്രൊയേഷ്യയുടെ പ്രസിഡന്റായിരുന്ന കോളിൻ ഗ്രാബർ തന്നെ അന്ന് എത്തുകയുണ്ടായി. കൈയകലെ അകന്നുപോയ ലോക കിരീടത്തിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മയിൽ വിതുമ്പി നിന്ന ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച് ഉൾപ്പെടെയുള്ളവരെ അവർ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്നു. മോഡ്രിച്ചിന്റെ മിഴികളിൽ നിന്നും ഇറ്റിറ്റ് വീണ കണ്ണീർ തുള്ളികൾ അവർ അന്ന് തുടച്ചു നീക്കുന്ന ആ കാഴ്ച. കിരീട നേട്ടത്തിൽ ആവേശം കൊണ്ട് നിൽക്കുന്ന എംബാപ്പയ്ക്കും സംഘത്തിനുമൊപ്പം മോസ്കോയിലെ ലുഷ്നിക്കിയിലെ സുന്ദര കാഴ്ചകളിൽ ഒന്നുകൂടിയായിരുന്നു അത്. അന്ന് ക്രൊയേഷ്യൻ നായകനായിരുന്ന മോഡ്രിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ലോകം കീഴടക്കിയിരിക്കുന്നു, പുതുതലമുറയ്ക്ക് പ്രചോദനം നൽകിയാണ് ഞങ്ങൾ മടങ്ങുന്നത് എന്നാണ്. 1985 ലൂക്ക മോഡ്രിച്ച് ജനിക്കുന്നത്. ലൂക്കയുടെ മാതാപിതാക്കൾ ഫാക്ടറി തൊഴിലാളികളായിരുന്നു. അവർ ജോലിക്ക് പോയാൽ ലൂക്കയെയും കുഞ്ഞനുജത്തി ജാസ്മിയെയും സംരക്ഷിച്ചു നിർത്തിയിരുന്നത് അവരുടെ മുത്തച്ഛനായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് കലുഷിതമായിരുന്നു ആ സമയത്ത് ആ നാട്ടിലെ അന്തരീക്ഷം. യുഗ്ലോസ്ലാവിയയുടെ പിളർപ്പും സെർബ് ക്രൊയേഷ്യ പ്രശ്നങ്ങളും ലോകമാകമാനം ചർച്ച ചെയ്യപ്പെട്ട വാർത്തയായിരുന്നു അക്കാലത്ത്. 1991 ഡിസംബർ 8 പശുക്കളെ മേയ്ക്കാൻ പോയ ലൂക്കയുടെ മുത്തച്ഛൻ, അതായത് അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന മുത്തച്ഛനെ സെർബിയൻ അനുകൂലികൾ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. മുത്തച്ഛൻ്റെ പേരും ലൂക്ക എന്ന് തന്നെയായിരുന്നു. ദുരന്തമറിഞ്ഞെത്തിയ ലൂക്കയുടെ മാതാപിതാക്കൾ, മോഡ്രിച്ചിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തെയും സഹോദരി ജാസ്മിനെയും കൂട്ടിക്കൊണ്ട് സദർ പട്ടണത്തിലെ അഭയാർത്ഥി ക്യാമ്പിലെത്തുന്നു. ദുരിതപൂർണമായിരുന്നു അവരുടെ ആ കാലത്തെ ജീവിതം. വെള്ളവും വെളിച്ചവും വിശപ്പടക്കാൻ ഭക്ഷണവുമില്ലാത്ത കാലം. ആ കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളിലും അദ്ദേഹത്തിന് ഊർജം നൽകിയത് കാൽപന്ത് കളിയായിരുന്നു. ഗ്രനേഡുകളുടെയും ബുള്ളറ്റുകളുടെയും കാതടപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോട്ടലിലെ കാർ പാർക്കിങ്ങിൽ പൊട്ടിയ ഒരു പന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു കുഞ്ഞു ലൂക്കയുടെയും കൂട്ടുകാരുടെയും ആദ്യകാലത്തെ ഫുട്ബോൾ മത്സരങ്ങൾ. വഴിയിൽ കുഴിച്ചിട്ട മൈനുകൾ ചവിട്ടാതെ നോക്കുക എന്നത് വലിയൊരു സാഹസമായിരുന്നു ആ കാലത്ത്. ദൂരെ എവിടെയെങ്കിലും വെടിയൊച്ചയോ ഗ്രനേഡിന്റെ ശബ്ദമോ കേട്ടാൽ ഓടി വീട്ടിൽ കയറണമെന്നായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ നിഷ്കർഷിച്ചിരുന്നത്. 91 ജൂണിൽ ക്രൊയേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ ലൂക്കയുടെ ജീവിതത്തിലേക്കും വെളിച്ചം വീഴുന്നു. തൊട്ടടുത്ത വർഷം അമ്മാവന്റെ സഹായത്തോടെ അവൻ സ്കൂളിലും ഒപ്പം ഫുട്ബോൾ കോച്ചിങ്ങിനും പോകാൻ തുടങ്ങുന്നു. 95 ക്രൊയേഷ്യ സ്വതന്ത്രമായതോടെ ലൂക്ക മോഡ്രിച്ചിന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുന്നു. തൊട്ടടുത്ത വർഷം ലൂക്ക സദറിലെ ഫുട്ബോൾ ക്ലബ്ബിലെത്തുന്നു. 10 മുതൽ 15 വയസ്സ് വരെ ക്രൊയേഷ്യൻ ക്ലബ്ബുകൾക്കായി കളിക്കുന്നു. 2002 ക്രൊയേഷ്യയിലെ സൂപ്പർ ക്ലബ് ഡൈനാമോ സാഗ്രബിന്റെ താരമായതോടെയാണ് ലൂക്കയിലെ പ്രൊഫഷണൽ ഫുട്ബോളർ തെളിയുന്നത്. അടുത്ത വർഷം 18-ാം വയസ്സിൽ സീനിയർ ക്ലബ്ബിലും എത്തുന്നു. അതിനുശേഷം 2 ക്രൊയേഷ്യൻ ക്ലബ്ബുകളിൽ തന്നെ ലോണിൽ കളിച്ച ശേഷം 2008 അദ്ദേഹം EPL പ്രധാന ക്ലബ്ബുകളിലൊന്നായ ടോട്ടനാമിലേക്ക് പറക്കുന്നത്. അതിനുശേഷം 2012 ഏറ്റവും പ്രധാന ക്ലബ്ബായ റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം എത്തുന്നത്. അതോടെയാണ് ലൂക്ക ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. 291 കോടി രൂപയ്ക്ക് മൗറീഞ്ഞോയുടെ റയലിലേക്ക് മോഡ്രിച്ച് ആ സമയത്ത് എത്തുന്നു. 2013 കാർലോ ആഞ്ചലോട്ടി പരിശീലകനായി എത്തിയതോടെ മോഡ്രിച്ചിന്റെ തലവരെയും റയലിൽ തെളിയുന്നു. സെൻട്രൽ മിഡ്ഫീൽഡിൽ സാവി അലോൺസോയുമായുള്ള മോഡ്രിച്ചിന്റെ കെമിസ്ട്രി കൈയൊടിയോടെയാണ് ആ സമയത്ത് കാണികൾ സ്വീകരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കിരീട നേട്ടത്തിൽ സിംഹഭാഗവും ലൂക്ക നേടിയത് റയലിന്റെ കുപ്പായത്തിലായിരുന്നു. 13 വർഷമാണ് അദ്ദേഹം റയലിനൊപ്പം ഉണ്ടായിരുന്നത്. ഗോൾ നേട്ടത്തെക്കാൾ അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന അസിസ്റ്റുകളായിരുന്നു എല്ലാ കാലത്തും ശ്രദ്ധേയമായിരുന്നത്. മുന്നിൽ കാണുന്ന ഓരോ എതിരാളിയെയും വെട്ടിയൊഴിഞ്ഞ് അവർക്കിടയിലൂടെ സൂചിപ്പഴുതുകളുണ്ടാക്കി പന്തും കാലിൽ കോർത്തുകൊണ്ട് കുതിക്കുന്ന ലൂക്ക മോഡ്രിച്ച് എന്ന കാഴ്ച. മുമ്പ് ക്രൊയേഷ്യയിലെ മോഡ്രിജി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഇടവഴികളിൽ കുഴിച്ചിട്ട മൈനുകളിൽ ഒരു വിരൽത്തുമ്പ് പോലും തൊടാതെ വെട്ടിയൊഴിഞ്ഞോടിയ കഥയുടെ അനുഭവ സമ്പത്ത്, ആ ഒരു അനുഭവ സമ്പത്ത് ആവോളം ഉണ്ടായിരുന്നു മോഡ്രിച്ചിന്റെ ഫുട്ബോൾ മൈതാനത്തെ ചലനങ്ങൾക്ക് പോലും എന്ന് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. മോഡ്രിച്ച് വിട പറയുമ്പോൾ an era comes to a close. Luka Modric, one of the greatest midfielders in history, bids farewell to the pitches. Elegance, talent and Croatian heart until the very end. Football says thank you to a giant.